നമുക്ക് സമാധാനം ലഭിക്കാനും മനസ്സിന്റെ ശാന്തിയും സന്തോഷങ്ങളും കൈവരാനും ചില ചിന്തകളും പ്രവർത്തനങ്ങളും നമുക്ക് അത്യാവശ്യമാണ്. ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകളെ കാണാം, ഒരുപാട് ശർറകളിലൂടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട ആളുകളെ നമുക്ക് കാണാം. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ദുനിയാവിലൂടെ ജീവിക്കുന്ന ആളുകളിലേക്കൊക്കെ നമ്മൾ നോക്കണം. ഒരു വിശ്വാസി അവന്റെ ഹൃദയത്തിൽ ചിന്തിക്കണം, പടച്ച റബ്ബേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് എന്തിനാണ് ഒരുപാട് സമ്പത്ത് കൊടുത്തത്? എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ പാവപ്പെട്ടവനാക്കിയത്, പണക്കാരനെ പണക്കാരനാക്കിയത്? ചില ആളുകൾക്ക് നല്ല വാഹനം കൊടുത്തത് എന്തിനാണ്? ചില ആളുകൾക്ക് സൗന്ദര്യവും സൗകര്യങ്ങളും കൊടുത്തത് എന്തിനാണ് എന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ സൗകര്യങ്ങളും ആനന്ദങ്ങളും സന്തോഷങ്ങളും കൊടുത്തതിന്റെ തൊട്ട് ഉപ്പുറത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ നമുക്ക് നൽകിയിട്ടുള്ളത് എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് അതാ പടച്ചവനെ അവിടുന്ന് ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോയ ആളുകളെയും ഞാനും നിങ്ങളെയും കാണുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ആളുകളെയും കാണുന്നുണ്ടല്ലോ. എന്നാ മനസ്സിന്റെ സമാധാനം വേണോ, സന്തോഷം വേണോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളെക്കാളും താഴ്ന്നവരിലേക്ക് നോക്ക്, സമ്പത്ത് താഴ്ന്നവരിലേക്ക് നോക്ക്, സൗന്ദര്യം താഴ്ന്നവരിലേക്ക് നോക്ക്, നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങളുടെ വാഹനമില്ലാത്തവരിലേക്ക് നോക്ക്. അപ്പോഴാണ് നമ്മുടെ മനസ്സിനകത്ത് സമാധാനവും സന്തോഷവും കൈവരുത്താൻ നമുക്ക് സാധിക്കുന്നത്. മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്ന ഒരു കാര്യമൊന്ന് നോക്കൂ എന്റെ പ്രിയമുള്ളവരെ. ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ ആനന്ദമാണ്, വലിയ സൗന്ദര്യമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ഒരൊറ്റ അമല് കൊണ്ടു നടന്നാൽ നമ്മുടെ ഖൽബിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷങ്ങൾ തരുന്നുണ്ട്, സമാധാനങ്ങൾ തരുന്നുണ്ട്. ജീവിതത്തിലുള്ള പ്രയാസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറുതികൾ അല്ലാഹു നൽകുകയാണ്. ചിന്തിച്ചുകൊണ്ട് വലിയ ടെൻഷനിന്റെ ലോകത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ നമ്മളുടെ മൈൻഡ് അവിടെ നിന്ന് മാറ്റിവെക്കുന്ന കാര്യമാ മഹാനവറുകൾ പറയുന്നത്. എത്രയോ വലിയ ഉന്നതിയിലൂടെ കടന്നു പോകുന്നവനെ നോക്കിക്കൊണ്ട് പഠിച്ചവനെ നീ എനിക്കത് തന്നില്ലല്ലോ എന്ന് വിഷമം പറയുന്ന ഉമ്മ, ഈ ദുനിയാവിൽ അല്ലാഹു തആല തന്നിട്ടുള്ള അനുഗ്രഹങ്ങളോ, ഈ അനുഗ്രഹങ്ങൾ എപ്പോ വേണമെങ്കിലും നശിച്ചു പോകാം. ഈ അനുഗ്രഹങ്ങൾ ഇവിടെ എന്നെന്നും നിലനിൽക്കുമെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഈ അനുഗ്രഹങ്ങൾ ഇവിടെ കാലാകാലം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഇരിക്കുന്ന എനിക്ക് പറയാനും കഴിയില്ല, നിങ്ങൾക്ക് പറയാനും കഴിയില്ല. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന്റെ ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന്റെ ആരോഗ്യം ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ പടച്ചവനെ പല പല വഴികളിലൂടെ വേദനകളും ഒക്കെ നമ്മൾ ഇങ്ങനെ വരികയാണ്. നമ്മളൊക്കെ പല സന്ദർഭങ്ങളിൽ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നവരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം തന്നത് എടുത്തു പോയിട്ടുണ്ട്. മുട്ടുകാലിന് വേദനയാണ്, നമുക്ക് ആദ്യം ആ വേദനയില്ലായിരുന്നല്ലോ. നമുക്ക് തലവേദനയാണ്, കണ്ണിന്റെ കാഴ്ച പോയിരിക്കുകയാണ്. അല്ലാഹുവേ, എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. ചെക്ക് ചെയ്തപ്പോ ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ ഉണ്ട്, എല്ലാം കൂടി കിടക്കുകയാണ്. അപ്പൊ അല്ലാഹു ആദ്യം തന്ന ആരോഗ്യത്തിൽ നിന്ന് അല്ലാഹു ചിലതിനെ എടുത്ത് കളയുകയാണ്. അതാണ് മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. നോക്കൂ, ലാ തഗ്തറൂ ബിദ്ദുനിയാ, ഈ ഭൗതികത കൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ വഞ്ചിതരാകരുത്. ഈ ഭൗതികത കൊണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. ദുനിയാവിൽ സുഖമുണ്ടാകും, അല്ലാഹ് മതിമറന്ന് കളയരുത്. ദുനിയാവിൽ ആഡംബരങ്ങളുടെ വഴികളിലൂടെ മാത്രം തേടി നിങ്ങൾ നടക്കരുത്. അല്ലാഹു സമ്പത്ത് തന്നത് എന്തിനാണെന്നറിയോ? സമ്പത്ത് ദുനിയാവിൽ അല്ലാഹുവിന് വേണ്ടി തന്നെ ചെലവഴിക്കാനാണ്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നല്ല വീടും ഐശ്വര്യം
ഐശ്വര്യവും ഒക്കെ തന്നത് പടച്ചുറപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ്, നീ സ്വതക്ക ചെയ്യാനാണ്, പാപങ്ങളെ സഹായിക്കാനാണ്. എന്നാൽ അല്ലാഹു തആല തിരിച്ചും തന്നിട്ടുണ്ട്. അല്ലാഹു തആല അസുഖം തന്നത് പടച്ചുറപ്പിനെ അറിയാനാണ്, ക്ഷമിക്കാനാണ്. അല്ലാഹു തആല നിന്റെ ആരോഗ്യത്തെ എടുത്തു കളയുന്നത് ആരോഗ്യമുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു, ആരോഗ്യമില്ലാത്ത സമയത്ത് നീ എന്ത് ചെയ്യുന്നു? നീ നിന്റെ വിഷമത്തിൽ എന്നെ അറിയുന്നുണ്ടോ, എന്നെ ശുക്ർ ചെയ്യുന്നുണ്ടോ, എന്നിൽ ക്ഷമിച്ചുകൊണ്ട് നീ നിലകൊള്ളുന്നുണ്ടോ എന്ന് നോക്കാൻ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ തരുകയാണ്. നിനക്ക് ഒരുപാട് സമ്പത്ത് തന്നു, അവിടെയും പരീക്ഷണമാണ്. അവിടെയും അല്ലാഹു കണക്കാക്കുന്ന കാര്യം എന്തെന്നറിയോ? നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് തന്നിട്ട് പറയാൻ, നീ പാപങ്ങളെ സഹായിക്കുന്നുണ്ടോ, ഞാൻ തന്നതിൽ നീ ശുക്ർ ചെയ്യുന്നുണ്ടോ? പരീക്ഷണമാണ്. ഈ രണ്ടു കാര്യങ്ങൾ അവിടുന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ലാ തഖ്തറൂ ബിദ്ദുനിയാ, ദുനിയാവിൽ നമ്മൾ പരാജിതരായി മാറാൻ പാടില്ല. ദുനിയാവിൽ നമ്മൾ പരാജിതരായിട്ട് മാറാൻ പാടില്ല. നന്മയുള്ളവരുണ്ട്, തിന്മയുള്ളവരുണ്ട്. അതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗുണപാഠമാണല്ലോ. നന്മ ചെയ്യുന്ന ആളുകളെ നോക്കിയിട്ട് നമ്മൾ നന്മയുടെ പക്ഷത്താകാൻ നമുക്ക് കഴിയണം. തിന്മയുടെ പക്ഷത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ നോക്കിയിട്ട് ആ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി നോക്കൂ, മഹാനവറുകൾ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഫഇന്ന സഹീഹഹാ യസ്ഖമൂ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആരോഗ്യം തന്നില്ലേ? ആ ആരോഗ്യം ക്ഷയിച്ചിട്ട് നീ ഒരു കാലത്ത് നീ രോഗിയായേക്കാം. ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു തന്നിട്ടുള്ള ആരോഗ്യം ക്ഷയിക്കും, എന്നിട്ട് നീ രോഗിയായിട്ട് മാറുന്നതാണ്. എത്ര നല്ല അർത്ഥവത്തായ വാക്കാണ്, നമ്മൾ ചിന്തിക്കേണ്ട വാക്കാണ് അല്ലെ? ഈ കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഒരു അസുഖം തരുമ്പോഴേക്ക് പഠിച്ചോനെ എനിക്ക് അസുഖം തന്നല്ലോ റബ്ബ് അല്ലേ, എനിക്കത് വിഷമം തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് ഓടി നടക്കാതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിനക്ക് അല്ലാഹു തആല ഒരു സമയത്ത് ആരോഗ്യം തന്നോ, ആ ആരോഗ്യം ക്ഷയിക്കാം, നീ രോഗിയാകാം. രണ്ടാമത്തെ നോക്കൂ, എത്ര വലിയ പുതിയ പുതിയ സാധനങ്ങളുണ്ടല്ലോ, ആ പുതിയ പുതിയ വസ്തുക്കൾ അത് പഴങ്ങിപ്പോകാം, പഴയ ഭാഗത്തേക്കെത്താം, നുരുമ്പിപ്പോകുന്നതാണ്, നഷ്ടപ്പെടുന്നതാണ്. അത് പുതിയതിനെ പഴയതായി മാറുന്നതാണ്. അല്ലാഹു തആല കോടാനുകോടി അനുഗ്രഹങ്ങൾ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിൽ തന്നെ എത്ര അനുഗ്രഹമാണ് എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ളത്. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, എന്നെ സൃഷ്ടിച്ച ഏകനായ പടച്ച റബ്ബ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകി. അതുപോലെ നിങ്ങൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ അവിടെ നിന്ന് നശിച്ചു പോകാം, നഷ്ടപ്പെടാം. എന്നും അല്ലാഹു തന്ന ജോലി, അല്ലാഹു തന്ന ആരോഗ്യം, അല്ലാഹു തന്ന ശരീരത്തിന്റെ അനുഗ്രഹങ്ങള്, നമ്മുടെ വീട്, നമ്മുടെ സമ്പത്ത് അതുപോലെ നിലനിൽക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അതാ വീണ്ടും അവിടുന്ന് പറയുന്ന നമ്മുടെ യുവത്വമുണ്ടല്ലോ, ആ യുവത്വം എന്നും നിലനിൽക്കുമെന്ന് വിചാരിക്കണ്ട. അത് വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുന്നതാണ്. നമ്മുടെ കവിള് കാണാൻ എന്ത് ഭംഗിയാണ്, ശരീരം എന്ത് കാണാൻ എന്ത് ഭംഗിയാണ്, നമ്മുടെ കയ്യിലൊന്ന് തൊടാൻ എന്ത് രസമാണ്, നമ്മളെ കാണാൻ എന്ത് യുവത്വമാണ്, എന്ത് ചുറുക്കാണ്. പടച്ചവനെ, കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതെല്ലാം ക്ഷയിച്ചു പോവുകയാണ്. എന്നിട്ട് ഏറ്റവും വലിയ
കുഴിയിലേക്ക് നമ്മുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞു പോകും. നമ്മുടെ മുഖമെല്ലാം സൗന്ദര്യം നഷ്ടപ്പെടും. നമ്മളിങ്ങനെ പ്രായം ചെന്നൊരു ദുർഗന്ധം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വരും. പഠിച്ചവനെ, ഈ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെടുന്നതാണ്. ആ ബോധം നമുക്ക് വേണം. ഈ ഒരു ബോധം, ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനകത്തൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവേ പടച്ചവനെ, നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അവിടുന്ന് മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. നമ്മളൊക്കെ ബോധമുള്ള ആളുകളായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ നിലകൊള്ളാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം, അല്ലേ? നമ്മളൊക്കെ ബോധമുള്ള ആളുകളായിട്ട് നിലകൊള്ളണം. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്തും, നമ്മുടെ സമയമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ, നമ്മുടെ ദുനിയാവിൻ്റെ ഈ മേഖലയിലൂടെ, തൊലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുകയാണ് ഇവിടെ പിന്നെ എന്നും നമ്മൾ ജീവിക്കും, ഇവിടെ എന്നും നമ്മൾ ജീവിക്കുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഈ ദുനിയാവിലെ ജീവിതം ഇന്ന് മേലേക്ക് വലിച്ച ശ്വാസം അത് താഴോട്ട് വന്നിട്ടില്ല എങ്കിൽ തീർന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും. അങ്ങനെയല്ലേ അല്ലേ? ഇന്ന് നമ്മൾ മേലോട്ട് വലിച്ചൊരു ശ്വാസമുണ്ട്. ആ ശ്വാസം നമുക്ക് താഴോട്ട് വിടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ തീർന്നു നമ്മുടെ അവസ്ഥ. ഇത്രയുള്ള മനുഷ്യരായ നമ്മൾ, പക്ഷേ നമ്മളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ അഹങ്കരിക്കുകയാണ്. പടച്ചോനെ, എനിക്കൊരുപാട് കാലം ഇനി ജീവിക്കാൻ കഴിയും, എനിക്ക് കുറെ ജീവിക്കാൻ കഴിയും, എൻ്റെ കാലങ്ങൾ, എനിക്ക് ആയുസ്സിനിയുമുണ്ട് എന്നിങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ പടച്ചവനെ വിചാരിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ.